ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചായക്ക് പറ്റിയൊരു സ്നാക്ക് ഐറ്റമാണ്. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായ ഒരു സ്നാക്കാണ്. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, 1 കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 1 പച്ചമുളക്, ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്. അതിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, മല്ലിയില, 1 മീഡിയം സൈസ് പൊട്ടാറ്റോ അത് ഗ്രേറ്റ് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ വേവിച്ചതൊന്നുമല്ല, പച്ചയ്ക്ക് തന്നെയാണ് തൊലി കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ കുറേശ്ശെയായിട്ട് നോക്കിയിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഒന്നിച്ച് വെള്ളം ചേർത്താൽ ചിലപ്പോൾ മാവ് വളരെയധികം ലൂസായി പോകും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത്. നമ്മുടെ മാവോട് ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കി. മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. റവ ആയതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതിനായി 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് പൊട്ടി കഴിയുമ്പോഴേക്ക് 2 പിഞ്ച് കായപ്പൊടി, ഒരല്പം കറിവേപ്പില അത് ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇട്ട് തന്നെ മതി, നമുക്കിതിനെ തീയിൽ നിന്ന് മാറ്റാം. നേരെ ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ തയ്യാറാക്കിയെടുക്കുന്ന സ്നാക്ക് നല്ല ക്രിസ്പിയായി കിട്ടാനും അതുമാത്രമല്ല നല്ലൊരു ഫ്ലേവർ കിട്ടാനും സഹായിക്കും. ഇപ്പോൾ തന്നെ ഈ മാവിന് നല്ലൊരു മണമാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ അറിയാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാനിനി ആ എണ്ണയിലേക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാവിനെ ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ തന്നെ നമ്മളിത് തയ്യാറാക്കിയെടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ നന്നായി വെന്ത് കിട്ടാൻ പാടാണ്. മാത്രമല്ല അതിനൊരു ടേസ്റ്റ് കുറവ് വരികയും ചെയ്യും. ഒരു സൈഡ് നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചായക്കുള്ള കടി വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരുപാട് ചായക്കടികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തിരിക്കാം. കാണാത്തവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കണം. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ തീർച്ചയായും ഞാനതിന് മറുപടി പറയുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.